आज सुबह में समाजवादी पार्टी और दिल्ली में एक आम आदमी पार्टी है, उनके अध्यक्षों की प्रेस वार्ता कर रहा था। अब तो समाजवादी पार्टी और कांग्रेस के हों या आम आदमी पार्टी के नेता हैं, अब इनको जनता सुनना नहीं चाहती है, तो अब ये प्रेस वार्ता करके अपनी जिम्मेदारियों का निर्वहन कर रहे हैं। क्या कह रहे हैं? कभी कभी होता क्या है, जब व्यक्ति जेल में जाता है ना, उसकी बुद्धि भी पलट जाती है। और ऐसे ही आम आदमी पार्टी के अध्यक्ष दिल्ली के मुख्यमंत्री अरविंद केजरीवाल की बुद्धि भी भ्रम में पड़ गई है। और जेल क्या गए कि जेल में जाकर के उनको ये लगता है कि अब जेल के बाहर कभी नहीं आना है, तो अब उनको मुख्यमंत्री पद का इतना लालच हो गया है कि वह अपनी बात को मेरे साथ जोड़ने का प्रयास कर रहे हैं। ये जेल जाने का एक रिएक्शन है। लेकिन मैं एक बात कहना चाहता हूं, केजरीवाल जी, ये जेल जाने का आपका अनुभव दिल्ली वासियों के लिए तो बड़ा सुखद है, क्योंकि आपने हाथ में झाड़ू तो लिया, लेकिन आपने अन्ना हजारे जी के सपने को पानी फेरने का काम जरूर कर दिया। നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും കണക്കിന് വാരിയിലക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജയിലിൽ പോയതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിന് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ്. സ്വന്തം ഗുരുവായ അണ്ണാ ഹസാരെയുടെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതെന്നും ഇത്തരമൊരു വഞ്ചന ചെയ്ത അരവിന്ദ് കെജ്രിവാളിനോട് അണ്ണാ ഹസാരെ ഒരിക്കലും ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ലെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. അതേസമയം അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലേറിയതോടെ ദില്ലി അഴിമതിക്കാർ വളഞ്ഞുവെന്നും ഒരിക്കൽ കൂടി BJP അധികാരത്തിലേറിയാൽ നരേന്ദ്രമോദിക്ക് പകരം പ്രധാനമന്ത്രിയായി അമിത്ഷാ വരുമെന്നും ഉത്തർപ്രദേശിൽ മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നുമാണ് കേജ്രിവാളിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു യോഗിയുടെ വിമർശനം. ജയിലിൽ പോയതിനു ശേഷം കേജ്രിവാളിന്റെ മനസ്സിന്റെ സമനില തെറ്റിയതായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും കേജ്രിവാളിന്റെ മോചനം ദില്ലിയെ വീണ്ടും അപകടത്തിലാക്കുമെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. അതേസമയം ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായാണ് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ജൂൺ 2 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കേജ്രിവാളിന്റെ PA MP സ്വാതി മലിവാളിനെ മർദ്ദിച്ചുവെന്ന പരാതിയും ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ ആപ്പിന്റെ നീക്കം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.